ശ്രീ എൻ വി ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ കെ മുരളീധരനും ഹസ്സനും നടത്തിയ പ്രതികരണങ്ങൾ താങ്കളും കണ്ടിരിക്കും. ഒരു വശത്ത് ലീഗ് തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾക്കിടെയാണ് നേതാക്കൾ ഒരു മത്സര സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം നടത്തുന്നത്. മുന്നണിക്കാകെയുള്ള നേട്ടമായിട്ട് വരും എന്നൊക്കെ പൊതുവിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നിപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം തെളിയിക്കുകയാണ്. ഇതൊരു മത്സരമായി മാറുകയാണോ? ഈ മത്സരത്തിൽ അവസാനം തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും ഇവർ വ്യതിചലിക്കുമോ? സ്മൃതി, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു 18-19 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആ ചർച്ചകൾ ഇന്ന് ഈ നിലയിൽ നമ്മുടെ നാട്ടിൽ ചൂട് പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില മാനങ്ങളുണ്ടെന്ന് കരുതുന്ന ആളാണ് ഞാൻ. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമെന്ന് ഏറെക്കുറെ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ കോൺഗ്രസിനകത്തോ UDFനകത്തോ ശക്തിപ്പെട്ടിരുന്നുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം സംശയമില്ല. മൊത്തത്തിലൊരു ട്രെൻഡ് UDFന് അനുകൂലമായി സംജാതമായിട്ടുണ്ട്. നാട്ടിലാകെ അത്തരം ഒരു ട്രെൻഡാണ്. മൂന്നാമതൊരു ഇതിലേക്ക് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതകളില്ല എന്നേറെക്കുറെ ഒരു ജനത നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ ഇതൊക്കെ നേതൃതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ചർച്ചകൾക്കപ്പുറത്തോട്ട് താഴെ തട്ടിൽ അതിന് വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിലെ സാധാരണ അണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായി വരും. ഇനിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സഹിക്കുക സാധ്യമല്ല. അവർക്ക് വീണ്ടും ഒരു അവസരം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർ പെരുമാറാൻ പാടില്ല. അതുകൊണ്ട് ഒരു 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 ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിലയിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ ചിന്തിക്കുന്നതെന്നാണ് അവരുമായി സംസാരിക്കുമ്പോഴും അവരുടെ ഇടയിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇതിപ്പോൾ മേലെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്നതിനപ്പുറത്തോട്ട് കോൺഗ്രസിനകത്ത് ഗ്രാസ് റൂട്ടിൽ താഴെ തലത്തിൽ എന്തെങ്കിലും ചലനം ഇതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ച് അതിങ്ങനെയൊക്കെയാണ്, എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട്. നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ല എന്നുള്ള തോന്നൽ ഇത് കോൺഗ്രസിനകത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് സ്മൃതി കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി പരസ്പരം പോസ്റ്റർ ഒട്ടിക്കലും ചളിവാരി എറിയലും ഒരു തരത്തിൽ ഞാൻ അന്ന് CPMന്റെ പ്രവർത്തകനാണ്. ഞാനന്ന് കരുതിയത് കോൺഗ്രസ് പറയുന്ന സാധനം എടുക്കാനും തൊടാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാട്ടിലെത്തിച്ചേരുന്ന രൂപത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണ് നടന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടത് അതായിരുന്നില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ പതിവാണ്. ചെയ്യില്ല തർക്കങ്ങളും രീതികളുമായിട്ട് അത് കോൺഗ്രസിനകത്ത്. ശരി, ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.